2020 ടൂർണമെന്റിൽ ഫൈനൽ മത്സരം ഇന്ന്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ന്യൂ സൗത്ത് വെയിൽസുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കൻ ടീമായ കേപ്പ് കോബ്രാസിനെ തോൽപ്പിച്ചാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഫൈനലിലെത്തിയത്. ചാമ്പ്യൻസ് ലീഗ് 2020 ടൂർണമെന്റിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഫൈനലിൽ പ്രവേശിച്ചത്. ഇന്നലെ ടോസ് നേടിയ കേപ്പ് കോബ്രാസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് കേപ്പ് കോബ്രാസ് അടിച്ചെടുത്തു. 40 പന്തിൽ 4 ഫോറും 3 സിക്സും അടക്കം പുറത്താകാതെ 61 റൺസ് നേടിയ JP ഡുമിനിയും 27 പന്തിൽ 5 ഫോറും 1 സിക്സും അടക്കം 42 റൺസ് എടുത്ത ഗിബ്സുമാണ് കോബ്ര നിരയിൽ തിളങ്ങിയത്. ഓപ്പണറും കോബ്രാസ് നായകനുമായ ഫുട്ടിക് 4-ാം ഓവറിൽ ക്ലീൻ ബൗൾഡായെങ്കിലും മറുവശത്തെ ഓപ്പണർ ഗിബ്സ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ സ്കോർ ബോർഡ് അതിവേഗം ചലിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ട്രിനിഡാഡ് 4 പന്ത് ബാക്കി നിൽക്കെയാണ് ജയിച്ചത്. 31 പന്തിൽ പുറത്താകാതെ 44 റൺസ് നേടിയ നായകൻ ഡാരിൽ ഗംഗയും 34 പന്തിൽ പുറത്താകാതെ 58 റൺസ് നേടിയ ബ്രാവയുമാണ് ട്രിനിഡാഡിനെ വിജയിപ്പിച്ചത്. ഇന്ന് നടക്കുന്ന ഫൈനലിൽ ട്രിനിഡാഡ് ഓസ്ട്രേലിയൻ ടീമായ ന്യൂ സൗത്ത് വെയിൽസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ കളക്ടറെ മാറ്റുന്ന പ്രശ്നത്തിൽ പരിശോധനയ്ക്ക് ശേഷം നടപടിയെന്ന് മുഖ്യമന്ത്രി. കളക്ടറെ മാറ്റണമെന്ന നിർദ്ദേശം ജനാധിപത്യ വിരുദ്ധമെന്ന് പിണറായി വിജയൻ. കളക്ടറെ മാറ്റിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. തിരുത്തൽ രേഖയ്ക്ക് അന്തിമ രൂപം നൽകും. ആസിയാൻ ഉച്ചകോടി നാളെ. പ്രധാനമന്ത്രി ഇന്ന് തായ്ലൻഡിലേക്ക് യാത്ര തിരിക്കും. ഉച്ചകോടിക്കിടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ചൈനീസ് പ്രധാനമന്ത്രി വെൻ ജിയാബോയുമായി പ്രത്യേക ചർച്ച നടത്തും. നഗരസഭകളിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്താൻ ഭരണഘടനാ ഭേദഗതി ബിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ പനാമ ചരക്ക് കപ്പൽ റാഞ്ചി ജീവനക്കാരായ 24 ഇന്ത്യക്കാരെ ബന്ദികളാക്കി. പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനം, 7 പേർ മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്. നമസ്കാരം.